ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ അത്ര ഉൾക്കൊള്ളാൻ പറ്റില്ല, ചിലത് നന്നായി ഉൾക്കൊള്ളാനും പറ്റും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ആ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ അത്രയും വേദനാജനകമായിരിക്കും. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് അത്രയും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല സാഹചര്യങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ലവ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു സുന്ദരമായിട്ടുള്ളൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും ടീനേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക. നമ്മൾ പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ, ഇപ്പോൾ ലവ് ലൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലായിക്കോട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ബേസിലൊക്കെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുക, നമ്മളെ സംബന്ധം തെറ്റാവുന്ന രീതിയിലേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും പ്രിയപ്പെട്ട് ഇഷ്ടപ്പെട്ട് എന്ന നിമിഷങ്ങളായിരിക്കും. അപ്പോൾ ആ നിമിഷങ്ങൾ നമുക്ക് അതിജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പരിഹാര മാർഗമാണ് നല്ല രീതിയിൽ നിങ്ങൾ ഓരോ കാര്യവും ചെയ്യാൻ എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുക? ഓക്കെ, വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അതല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും ബെസ്റ്റായി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും നല്ല കാര്യം തന്നെയാണ്. അതായത് ഉദ്ദേശിക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു വിചാരിക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് നല്ലൊരു വശം തന്നെയാണ് അതിൻ്റെ. ഓക്കെ, ഇനി എന്താണ് രണ്ടാമത്തെ കാര്യം? രണ്ടാമത്തെ കാര്യമാണ് ഒരിക്കലെങ്കിലും നിങ്ങളെ വ്യക്തിയുമായിട്ട് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിലുള്ള അപ്പം അത്രയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്തായാലും ആ വ്യക്തിയുമായിട്ടൊന്ന് ക്ലാഷില്ലാതെ സംസാരിച്ചിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുക. പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിക്കുക, അല്ലെങ്കിൽ പറഞ്ഞു തീർക്കുക. നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അത്രയും റിലീഫ് ഉണ്ടാവും. അത്രയും ട്യൂഷനിലേക്ക് പോവില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് ഇങ്ങനെ അടിച്ച് പിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ. റിലേഷൻഷിപ്പിലാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം എതിർ നിൽക്കുന്ന വ്യക്തിക്ക് ആ അടിച്ച് പിരിഞ്ഞ അത്ര റിലീഫായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അത്ര റിലീഫ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിലീഫാവുന്ന ഏതെങ്കിലും ട്യൂഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ആ വ്യക്തിയെ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് ബെറ്റർ ഒന്നും കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ ബെറ്റർ ഒന്ന് തേടി പോയി കണ്ടെത്തിയത് കൊണ്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും അങ്ങനത്തെ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ആ സോൺ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള അത്രയും കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് കളയുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ നാലാമത്തെ കാര്യമാണ്, നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേജിലോ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ മറ്റ് ഏതെങ്കിലും ഭാഗത്ത്, ബുക്കിനകത്തോ അല്ലെങ്കിൽ ബുക്കിന് പേജ് കിട്ടുന്ന കൃത്യമായിട്ട് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും എഴുതി വെക്കുക. കൃത്യമായിട്ട് ഒരു ബുക്കിനകത്താണെങ്കിൽ ബുക്കിനകത്ത് തന്നെ വെക്കുക. ഇനി പേപ്പറിൽ എഴുതിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാനസിക റിലീഫ് വേണ്ടി അത് കീറിക്കളയോ കത്തിച്ച് കളയോ ചെയ്യാം. ഓക്കെ, ഇത് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിന് റിലീഫ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഒരു കാര്യമാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മളെ സംബന്ധിച്ചോളം എല്ലായ്പ്പോഴും ഫേവറബിൾ ആയിട്ട് കാര്യങ്ങൾ വരാത്തതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ മുഖതനായിരിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫേവറബിൾ ആവുന്ന സിറ്റുവേഷനിലേക്ക് അഡാപ്റ്റ് ആവുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുമായിട്ട് കൂടുതൽ സമയം പങ്കിടുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് ആരടുത്ത് പോയാലാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് അവരടുത്ത് പോവുക, കൃത്യമായിട്ട് സംസാരിക്കുക, നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ബലം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഏറ്റവും കംഫർട്ടായിട്ടുള്ള വ്യക്തി ആണുങ്ങളുടെ വന്നിട്ട് ആരായാലും കുഴപ്പമില്ല, അവരുടെ കൃത്യമായിട്ട് തുറന്നു പറയുന്നതാണ്. ഇനി ആറാമത്തെ കാര്യമാണ്, സിക്സ്ത് വൺ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കൃത്യമായിട്ടുള്ള സിറ്റുവേഷനെ നിങ്ങൾ നോക്കുക. അതായത് നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന സിറ്റുവേഷൻ തേടി പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ മാർഗം സിറ്റുവേഷനിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്.
നിങ്ങൾ ഇപ്പം ഇരിക്കുന്ന സോൺ ഉണ്ടല്ലോ, ആ സോണിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കുക. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റൊരു കഠിനമായിട്ടുള്ള സോണിലേക്ക് പോവുക. അപ്പോൾ ഈ കഠിനമായിട്ടുള്ള സോണിലേക്ക് പോകുമ്പോഴുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ, അത്രയും കഠിനത വരുമ്പോൾ നിങ്ങൾക്ക് ഈ കഠിനത മറക്കാനുള്ള ഒരു അവസരമാവുന്നതാണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള വഴിയോടെ പോകുമ്പോൾ അത് മറക്കാൻ യാതൊരു വഴിയും കിട്ടില്ല. പക്ഷെ ടഫായിട്ടുള്ള ഒരു ജോലിയാവാം, ഓക്കെ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും ടഫായിട്ടുള്ള ഒരു സാഹചര്യം നേരിടുന്ന ഇതായിരിക്കാം. മറ്റൊരു പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴൊക്കെ ഇത് മറന്നു പോകും, അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഇത് കൂടുതൽ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി കംഫർട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇത് കൂടാനും, അതായത് ഓർമ്മ കൂടാനും ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കംഫർട്ട് സോൺ വേഗം തേടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും പയറ്റി നോക്കാം. അതേപോലെ ഡിഫിക്കൽട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഈ രണ്ടിലേതിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടും കമ്പയർ ചെയ്ത് പറയാനുള്ള കാര്യം പറഞ്ഞാൽ. ഇനി 7ാമത്തതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇതിനകത്ത്. അതായത് നിങ്ങൾ ആരുമായിട്ടാണോ ഈ ഒരു പ്രശ്നം ഉണ്ടായത്, ആ വ്യക്തിയുടെ ചിത്രമോ എന്തെങ്കിലും കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഡിലീറ്റ് ചെയ്യുകയും വേണം, കൃത്യമായിട്ട് ക്ലിയർ ചാറ്റ് ചെയ്ത് കളയുകയും വേണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അത് കൃത്യമായിട്ട് അവരുമായിട്ട് ഇനി യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഉള്ള രീതിയിലേക്ക് പോകരുത്. എന്നാൽ മാത്രമേ അത് മറക്കാനുള്ള ചാൻസ് കൊടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യണം, അൺഇൻസ്റ്റാൾ ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. വീണ്ടും അവരെ ആ ഒരു ഇൻസ്റ്റാ പേജിലോ വാട്സപ്പിലോ ഫേസ്ബുക്കിൽ കാണുമ്പോൾ നിങ്ങളുടെ ടെമ്പർ പോകാൻ തുടങ്ങുന്നതാണ്. ഓക്കെ, പുതിയ ഒരു ആളെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ മൈൻഡിൽ. ഓക്കെ, ഒന്നെങ്കിൽ ഒരു ഇമാജിനറി ക്രിയേഷൻ ആവാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി, അത് ലഘുവിനാവുന്നില്ല, ബാക്കി എന്തായാലും കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഫോക്കസ് കുറയും, അവിടെ ഫോക്കസ് കൂടും എന്നുള്ളതാണ്. ഓക്കെ, ഇമാജിനറി ആയിട്ടൊരു ഇഷ്ടമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. അപ്പോൾ അതിൽ മാത്രം നിങ്ങളുടെ ഇമാജിനറി ഫോക്കസ് ചെയ്യാം, നിങ്ങളുടെ മനസ്സിന് ഫുൾ ഫോക്കസ് അതിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഈ 2 കാര്യങ്ങൾ 7ാമത്തെ പോയിന്റിൽ ചെയ്തിരിക്കണം. ഓക്കെ, ഒന്നാമത്തത് ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. 2ാമത്തത് പകരം നല്ല സിറ്റുവേഷനിൽ നിങ്ങൾ കൊണ്ടുവരണം നിങ്ങളുടെ മനസ്സിലേക്ക്. ഓക്കെ, നിങ്ങളുടെ എൻവയോൺമെന്റ് മാസ്റ്റർ ചെയ്യാനൊന്നുമില്ല, മനസ്സ് നന്നാവണം, അതിന് ഇത്ര അടവുറപ്പായിട്ടേ പറ്റുന്നതാണ്. ഇനി 8ാമത്തതും അവസാനത്തതുമായ പോയിന്റാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും കഴിവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കഴിവ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന പോലെ നിങ്ങൾക്കും ഒരു സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ടാലൻറ്റ് ഉണ്ടാവും. ആ ടാലൻറ്റ് കണ്ടെത്തിയിട്ട് ആ ടാലൻറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രീം ആണെങ്കിൽ ഡ്രീമിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ ഫോക്കസിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സ് അതിലേക്കായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും ആലോചിക്കാൻ ഉണ്ടാവില്ല. പതിയെ അതിലേക്ക് ഫോക്കസ് കൊടുത്ത് അതിലിങ്ങനെ വിൻ ചെയ്ത് ലൂസ് ചെയ്ത് അതിങ്ങനെ മെച്ചപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെറും ഒരു ചെറിയ കാര്യമായിട്ട് മാറുന്നതാണ്. സോ അത് ശ്രദ്ധിക്കാനുള്ളതാണ്. അപ്പോൾ വേറെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആകാൻ പോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പോഡ്കാസ്റ്റുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.